നമസ്കാരം, ഞാൻ ഡീസൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. ഞങ്ങൾ എല്ലായ്പ്പോഴും പറയാറുള്ളത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന വെൽത്തിനെ പറ്റിയാണ്. അങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡത്തെ പറ്റിയാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ പല ആളുകളോടും ഞങ്ങൾ പറയാറുണ്ട്, മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കേണ്ട. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഈ കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്കും ബാധകമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ വേണ്ടി പാടില്ല. എന്തൊക്കെയാണ് ഈ കാരണങ്ങൾ, എന്തൊക്കെയാണ് ഈ സാഹചര്യങ്ങൾ എന്ന് ഏറ്റവും സിമ്പിളായി, ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായി കാണുക. നമ്പർ 1, ഷോർട്ട് ടേം മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഷോർട്ട് ടേം മൈൻഡ് സെറ്റ് ആയിരിക്കും. ഇത്തരക്കാരെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. കാറ്റഗറി എയും കാറ്റഗറി ബിയും. ഈ കാറ്റഗറി എയിൽ പെടുന്ന ആൾക്കാർ അവരുടെ കൈവശമുള്ള പണം 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 കൊല്ലം കൊണ്ടൊക്കെ 2ഉം 3ഉം ഇരട്ടിയായി വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഇടവായിട്ടാണ് ഇവർ മ്യൂച്വൽ ഫണ്ടിനെ കാണുന്നത്. അതിനുവേണ്ടിയാണ് ഇവർ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി വരുന്നത്. ഇനി കാറ്റഗറി ബിയിൽ പെടുന്ന ആൾക്കാർ അവർ നേരത്തെ പറഞ്ഞ അത്ര അഗ്രസീവ് അല്ല. ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ കയ്യിലുള്ള പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണം ഒരു ഷോർട്ട് ടേമിൽ തന്നെ ആവശ്യമുള്ളതാണ്. 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞ് ആവശ്യമുള്ള പണം മ്യൂച്വൽ ഫണ്ടിൽ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത്. ഈ 2 കാറ്റഗറിക്കാരോടും പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കേണ്ട. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ലോങ് ടേമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇടമാണ്. അല്ലാതെ ഷോർട്ട് ടൈമിലേക്ക് 1 കൊല്ലം, 1.5 കൊല്ലം, 2 കൊല്ലം, 2.5 കൊല്ലം അങ്ങനെ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇടമേ അല്ല. ഒരു 5 വർഷത്തിന് മുകളിലേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാണ് എങ്കിൽ, അതിനുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി വന്നാൽ മതി. 2ാമത്തെ കാരണം, നോ ഗോൾ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ചില ആൾക്കാർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വരുമ്പോൾ ഞങ്ങൾ എല്ലാവരോടും ചോദിക്കാറുണ്ട്, എന്താണ് ഗോൾ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അപ്പം ചിലർ പറയും അങ്ങനെ പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഞങ്ങൾ അവരുടെ സാഹചര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാറുണ്ട്. എന്നാൽ ചില ആൾക്കാർ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയൊന്നും തയ്യാറാവില്ല. ഗോളൊന്നും ഇല്ല അവർക്ക്, ചുമ്മാ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കാം എന്ന ഒരു മെൻറ്റാലിറ്റി. ഇത്തരക്കാരും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ എല്ലായ്പ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഇതൊരു ജേണിയാണ്. എന്ത് ജേണി? ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി. ഒരു യാത്രയ്ക്ക് എന്തുണ്ടാവണം? ലക്ഷ്യം ഉണ്ടാവണം. ലക്ഷ്യമില്ലാതെ ബസ്സിലോ ട്രെയിനിലോ കയറി ചുമ്മാ യാത്ര ചെയ്ത അവസ്ഥ എന്താ? യാത്ര പാതി വഴിയിൽ അവസാനിക്കും. നഷ്ടമേ ഉണ്ടാകൂ. സമയനഷ്ടം, പണനഷ്ടം, പിന്നെ വേറെ പല നഷ്ടങ്ങളും. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു ഗോൾ ഇല്ലാതെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഗോൾ സെറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാകട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയില്ലേ, ഒരുപാട് ആഗ്രഹങ്ങളില്ലേ? വീട് വെക്കണം, റിട്ടയർമെന്റിലേക്ക് പണം കണ്ടെത്തണം, കുട്ടികളുടെ പഠനം, വാഹനം, അങ്ങനെ ഒരുപാട് ഡ്രീംസ് നിങ്ങൾക്കുണ്ട്. ആ ഡ്രീംസിനെയൊക്കെ ഗോൾസ് ആക്കി മാറ്റി ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുക. ഇനി 3ാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ പ്രശ്നം ഇതാണ്: നോ എമർജൻസി ഫണ്ട്. ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഏതൊരു വ്യക്തിക്കും തീർച്ചയായിട്ടും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം പെട്ടെന്ന് അങ്ങോട്ട് നിന്നു പോയാൽ ഒരു 6 മാസമെങ്കിലും ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്ര വരുമാനമെങ്കിലും നമ്മുടെ കയ്യിൽ എമർജൻസി ഫണ്ടായിട്ട് ഉണ്ടായിരിക്കണം. ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് എന്ത് കാണുകയില്ല, എമർജൻസി ഫണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്തരക്കാരോട് ഞങ്ങൾ പറയുന്ന ഇതാണ്: ആദ്യം എന്ത് ചെയ്യുക? ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക.
അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാം, അതോടൊപ്പം തന്നെ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടി സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരിക്കണം എന്ത്? എമർജൻസി ഫണ്ട്. ഇല്ലെങ്കിലത്തെ വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്കുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എമർജൻസി ഫണ്ട് ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോൾ എന്താണ്, നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പാതി വഴിക്ക് വെച്ച് പൊട്ടിക്കേണ്ടി വരും. അങ്ങനെ പൊട്ടിക്കുമ്പോൾ എന്താണ്, ലോസ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷോർട്ട് ടൈമിൽ വിഡ്രോ ചെയ്യുമ്പോൾ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ കേസിൽ. ഇനി നാലാമത്തെ സംഗതി ഇതാണ്, ചില ആൾക്കാർക്കില്ല എന്ത്? ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഇങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളുകൾ ഇൻവെസ്റ്റ്മെന്റിൽ വിജയിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചാലും അത് ലക്ഷ്യത്തിൽ എത്തിക്കുകയില്ല. അതിന് മുമ്പ് തന്നെ എന്താണ്, എന്തേലും ചെറിയ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കും. അവർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റൂ. അവരെ എത്ര ട്രെയിൻ ചെയ്താലും അവർ നേരെയാകണമെന്നില്ല. അതുകൊണ്ട് അത്തരക്കാർക്കും പറ്റിയ ഇടമല്ല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഇനി അഞ്ചാമത്തെ കാര്യം, ചില ആൾക്കാരുണ്ട് ഓവർ പാനിക് ആവുന്ന ആൾക്കാർ. ഇപ്പം നമുക്കറിയാം യുദ്ധത്തിൻ്റെ സമയമാണ്, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വളരെ താഴേക്ക് പോയിട്ടുണ്ട്. മിക്ക ആളുകളുടെയും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ റെഡിലാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇത്തരം അവസ്ഥയിൽ ആൾക്കാർ പാനിക് ആവുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ പാനിക് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട കൃത്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ ചില ആൾക്കാരുണ്ടല്ലോ, ഓവറായിട്ട് അങ്ങോട്ട് പാനിക് ആവും. ഇത്രയും വലിയ യുദ്ധമൊന്നും ഉണ്ടാവണ്ട, ചെറിയ ചെറിയ ക്രാഷുകൾ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ്, ഇവരങ്ങോട്ട് പാനിക് ആവുക. എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കാൻ വേണ്ടിയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഡൻസി. അങ്ങനെ ഓവർ പാനിക്, നമ്മൾ നേരത്തെ പറഞ്ഞു നോർമലായിട്ടുള്ള ഒരു പാനിക്നെസ് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഓവറായിട്ട് പാനിക് ആവുന്ന ആൾക്കാരുടെ പ്രശ്നം, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി പൂർത്തിയാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടത്തിൽ പിൻവലിക്കാനാണ് സാധ്യത. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല അച്ചടക്കത്തോടെ ക്ഷമയോടെ റെഗുലറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി മുമ്പോട്ട് പോകുന്ന ആൾക്കാർക്ക് വളരെ വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ വെൽത്ത് ക്രിയേഷൻ എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി അല്ല, അതെല്ലാവർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഇനി നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളാൽ സാധിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.